പേരാമ്പ്ര ഏരിയ എസ്റ്റേറ്റ് ലേബർ യൂണിയൻ CITU ആണ്. CITUവിൻ്റെ ജനറൽ സെക്രട്ടറി K. സുനിൽ പങ്കെടുക്കുന്നുണ്ട്. CITUവിൻ്റെ എസ്റ്റേറ്റ് സെക്രട്ടറി PJ റെജി പങ്കെടുക്കുന്നുണ്ട്. അവിടെ A ഡിവിഷൻ്റെ കൺവീനർ MP പ്രദീപൻ പങ്കെടുക്കുന്നുണ്ട്. B ഡിവിഷൻ്റെ കൺവീനർ K. വിനോദൻ പങ്കെടുക്കുന്നുണ്ട്. എസ്റ്റേറ്റ് CITU എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KK ഷീബ പങ്കെടുക്കുന്നുണ്ട്. പേരാമ്പ്ര എസ്റ്റേറ്റ് 1966 ആരംഭിച്ച സ്ഥാപനമാണ്. 1308 ഹെക്ടർ സ്ഥലം പേരാമ്പ്ര എസ്റ്റേറ്റിന് കൃഷി ചെയ്യാൻ വേണ്ടി വനം വകുപ്പിൽ നിന്ന് 100 വർഷത്തേക്ക് പാട്ടത്തിനെടുത്താണ്. ആ സ്ഥലത്താണ് ഇപ്പോൾ പ്ലാന്റേഷൻ കോർപ്പറേഷൻ റബ്ബർ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഈ സമീപകാലത്ത് കാട്ടാന വന്ന് 16,000-ഓളം റബ്ബർ മരങ്ങൾ നശിപ്പിക്കുകയുണ്ടായി. അതിനിടയിൽ വലിയ കാറ്റിലും മരം നശിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കാട്ടാന നശിപ്പിക്കുന്നതും കാറ്റിൽ നഷ്ടപ്പെടുന്നതുമായ മരങ്ങൾ മുറിച്ചെടുക്കുന്നതിന് വേണ്ടി 3 വർഷം മുമ്പ് കോർപ്പറേഷൻ ഒരു ലേലം വെച്ചു. ആ ലേലത്തിൽ ഒരു കരാറുകാരൻ 1 ടണ്ണ് മരത്തിന് 4,100 തോതിൽ കരാറെടുത്തു. അതിനുശേഷം 3 വർഷം ഇയാൾ തന്നെയാണ് കരാറെടുക്കുന്നത്. ആ കരാറെടുത്ത് കൊണ്ടുപോകുന്ന മരം കോഴിക്കോട് ബ്രിഡ്ജിൽ കൊണ്ടുപോയി തൂക്കി അതിൻ്റെ ബില്ല് വെച്ചിട്ടാണ് കരാറുകാരൻ പൈസ എസ്റ്റേറ്റിൽ അടയ്ക്കുന്നത്, കോർപ്പറേഷൻ അടയ്ക്കുന്നത്. എന്നാൽ ഞങ്ങൾ മനസ്സിലാക്കിയത് ഇവിടുന്ന് കൊണ്ടുപോകുന്ന മരം യഥാർത്ഥത്തിൽ കോഴിക്കോട് തൂക്കുന്നില്ല. കോഴിക്കോട് വെയിറ്റ് ബ്രിഡ്ജിൽ നിന്ന് ഒരു വ്യാജ ബില്ല് വാങ്ങി ഇവിടെ കൊടുക്കുകയും ആ ബില്ലിൽ പറയുന്നത് 15-16 ടണ്ണാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇയാൾ മരം വിൽക്കുന്നത് പെരുമ്പാവൂരിലാണ്. ആ മരം വിൽക്കുന്നത് ഒരു ലോഡ് 28-29 ടണ്ണാണ്. ആ ടണ്ണ് കണക്കാക്കിയുള്ള പൈസയാണ് മുതുകാടുള്ള ചുമട്ടുതൊഴിലാളിക്ക് ഇയാൾ കൊടുക്കുന്നത്. 29 ടണ്ണ് കയറ്റിയതിൻ്റെ കൂലി ചുമട്ടുതൊഴിലാളിക്ക് കൊടുക്കുമ്പോൾ 16 ടണ്ണ് പൈസയാണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ അടയ്ക്കുന്നത്. ഇങ്ങനെ കണക്കാക്കിയാൽ കഴിഞ്ഞൊരു വർഷം അയാൾ കൊണ്ടുപോയ മരത്തിൻ്റെ അളവ് 118 ലോഡ് മരമാണ്. കഴിഞ്ഞ 3 വർഷക്കാലത്ത് ഒന്നിച്ച് നമ്മൾ കണക്കാക്കിയാൽ 50 ലക്ഷത്തിലധികം രൂപ കോർപ്പറേഷൻ ഇനത്തിൽ നഷ്ടപ്പെടുന്നുണ്ട്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ വലിയ രോഗാതുരമായ അവസ്ഥയിലാണ്. തൊഴിലാളികളുടെ അനുബന്ധ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കഴിയുന്നില്ല, കൃത്യമായി കൂലി കൊടുക്കാൻ കഴിയുന്നില്ല, മെഡിക്കൽ ബില്ലുകൾ കൊടുക്കാൻ പറ്റുന്നില്ല, കോർപ്പറേഷൻ്റെ തകർന്നുപോയ റോഡുകൾ നന്നാക്കാൻ കഴിയുന്നില്ല, കോർപ്പറേഷൻ്റെ തകർന്ന തൈപ്പണമായിട്ടുള്ള ടോയ്ലറ്റുകൾ പ്രാചീന കാലത്തെ ജീവിത രീതിയായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ കോർപ്പറേഷൻ അത്ര വലിയ അഴിമതി കോർപ്പറേഷൻ്റെ അധികാരികളുടെ സഹായത്തോടെ നടന്നിട്ടുള്ളത്. എസ്റ്റേറ്റിനകത്ത് കുട്ടികളുടെ പുസ്തകത്തിൽ ഒട്ടിക്കുന്നതിന് വേണ്ടി 1 കിലോ പ്ലാസ്റ്റിക് എടുത്താണ് എസ്റ്റേറ്റിന് ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്. എസ്റ്റേറ്റിന് 2 ബക്കറ്റുകൾ എടുത്ത് സൂക്ഷിച്ചതിന് വേറെ ആളെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്. കോർപ്പറേഷന്റെ മുതലുകൾ എടുത്താൽ അവരെ ഡിസ്മിസ് ചെയ്യല്ലാതെ വേറൊരു കാര്യം നടക്കാറില്ല. എന്നാൽ ഇത് 50 ലക്ഷം രൂപ നഷ്ടം വരുത്തിയ സംഭവം കൃത്യമായി ബോധ്യമായിട്ടും 1.5 മാസം കഴിഞ്ഞിട്ടും ഇതുവരെ ആരുടെയും പേരിൽ കോർപ്പറേഷൻ നടപടി സ്വീകരിച്ചിട്ടില്ല. കോർപ്പറേഷന് വലിയ വിലപിടിപ്പുള്ള ഒരു ടാങ്ക്, അലൂമിനിയത്തിൻ്റെ ടാങ്ക് അവിടെ നഷ്ടം വന്നിരുന്നു, കളവ് വരുന്നു. അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയിട്ടില്ല. അപ്പോൾ കോർപ്പറേഷനകത്ത് വലിയ അഴിമതിക്കാരാണ് കോർപ്പറേഷനെ നയിക്കുന്നത്. ഈ അഴിമതിക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് 9-ാം തീയതി CITU നേതൃത്വത്തിൽ പണിമുടക്കി എസ്റ്റേറ്റ് ഓഫീസ് രാവിലെ 8 മണി മുതൽ ഉപരോധിക്കുകയാണ്. ആദ്യം ഒരു മാർച്ച് എസ്റ്റേറ്റിൽ നടത്തിയിരുന്നു. അതിനുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്കെല്ലാം പരാതി കൊടുത്തു, വിജിലൻസിന് പരാതി കൊടുത്തു. പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ വിജിലൻസ് അന്വേഷണത്തിൽ വന്നു, പ്രാഥമികമായി കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. പക്ഷേ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പം പണിമുടക്ക് 9-ാം തീയതിയാണ്. ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്കുള്ള പണിമുടക്കാണ് CITU ഇതുമായി ബന്ധപ്പെട്ട് ആലോചിക്കുന്നത്.